ഇനി ഞാൻ വന്നിരിക്കുന്നത് ഉരുളൻകിഴങ്ങ് വെച്ചിട്ടുള്ള തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. തോരൻ തയ്യാറാക്കാനായിട്ട് ഉരുളൻകിഴങ്ങ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് 2 ഉരുളൻകിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് വലിപ്പവും ആകരുത്, എന്നാൽ തീരെ ചെറിയതും ആവാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു സൈസിൽ നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചേർക്കാം. പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുക. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇനി ഇത് കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുകിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഈ കിഴങ്ങിൽ നിന്നും ഉള്ളിൽ നിന്നും വരുന്ന വെള്ളത്തിൽ ഇത് വെന്ത് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങ തിരുമ്മിയത് എടുത്തിട്ടുണ്ട്. ഇത് 1/4 മുറി തേങ്ങയും കുറച്ചുകൂടെ ഉണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ 4-5 വെളുത്തുള്ളിയും 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം കൂടി ചതച്ചെടുത്തതാണ്. ഇനി ഇത്രയും കൂടി കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. തേങ്ങ അരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് കൈകൊണ്ടൊന്ന് ഞെരടി കൊടുത്താൽ മതിയാകും. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഇവിടെ ഒരു 90% വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഈ തേങ്ങയുടെ കൂട്ടുകൂടി ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ ഇളക്കി കൊടുക്കണ്ട. ഈ സമയത്ത് നിങ്ങളിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതിയാകും. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ കിഴങ്ങ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. തേങ്ങയുടെയൊക്കെ പച്ചമണം വാറി വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടി ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഉരുളൻകിഴങ്ങ് വെച്ചിട്ടുള്ള തോരൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.